നമ്മളിപ്പോ കടലിന്റെ അടിയിലാണ് ഗായ്സ്. ഹലോ ഗായ്സ്, ഞാൻ മണവാളൻ. ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്ന് കടലിന്റെ അടിയിൽ ചാടാൻ പോവാണ് ഗായ്സ്. കടലിന്റെ അടിയത്തെ വിഷ്വൽസും മീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടലിന്റെ അടിയിലേക്ക് പോവാണ് ഗായ്സ്. ഇതിന്റെ പേരാണ് സ്കൂബ ഡൈവിങ്. അപ്പൊ നമുക്ക് ഇനി സ്കൂബ ഡൈവിംഗ് കിടക്കാം. സ്കൂബ ഡൈവിങ് പോണത് നമ്മൾ വണ്ടിയിലാണ്. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ, വണ്ടി ഫുള്ള് ആൾക്കാരും ഉണ്ട്. ഹലോ ഗായ്സ്, ഗായ്സ് അപ്പൊ എല്ലാരും ഫുൾ ഓണാണ്. നമ്മൾ എന്ത് ചെയ്ത് സ്ക്യൂബ ഡൈവിനാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമ്മളിപ്പോഴാണ് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഇവർ അറിയണത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ എല്ലാരും നല്ല കമ്പനിയാണ്, ഫുൾ ആണ്. ഇനി അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാട്ടാ. അത് ഗായ്സ് നമ്മളിപ്പോ ഒരു ബീച്ചിൽ എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ബീച്ചാണിത്. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്ത് ബോട്ടിൽ പോയിരിക്കും. എന്നിട്ട് ബോട്ടിൽ പോയിട്ട് ഒരു ഐലാൻഡിൽ ചെന്നിറങ്ങും ഗായ്സ്. അങ്ങനെ നമ്മൾ കടലിലെത്തി. നമ്മൾ ഇനി ഐലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗായ്സിനൊപ്പം തന്നെയാണ് നമ്മുടെ യാത്ര. അരേ സോണിയ, ഗായ്സ് നമ്മളെ പോലെ തന്നെ നമ്മുടെ ഗായ്സും എല്ലാരും നല്ല ഫുൾ പവറാണ്. ഹലോ ഗായ്സ്, ഞാൻ ഗായ്സ് ഫുൾ ഓൺ ടീമായിട്ടാണ് നമ്മളിപ്പോ ഉള്ളത്. എന്നുവെച്ചാല് പല രാജ്യത്തുള്ള ആൾക്കാരുണ്ട്, പല ഭാഷയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഇപ്പൊ മണവാളം എന്ന് പറഞ്ഞത്. അപ്പൊ ഗായ്സ് നമുക്ക് ഈ സ്ക്യൂബ ഡൈവിലുള്ള ഇപ്പൊ നമ്മള് ബോട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടാ ബോട്ട് മോട്ടറിൽ ബോട്ടാണ്. ഇതാ കണ്ടാ ചുള്ളനാണ്ടില്ലേ, കുറെ ചുള്ളന്മാരുണ്ട്. പല ഭാഷയുള്ള ആൾക്കാരാണ് ഇപ്പൊ മണവാളിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇതിപ്പോ മണവാളിന്റെ ഒരു ട്രോളാണ് സംഭവം. ഇതൊക്കെ ഇന്തോനേഷ്യയിലെ ടീംസാണ് ഇവര്. അതാണ് നമ്മുടെ ആ കാണാണ് നമ്മുടെ ഐലൻഡ്. നമ്മളെ ഏകദേശം ഒരു ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ ഫുള്ള് കാര്യം നമുക്ക് ട്രോളാണ്. എന്തായാലും നമ്മളെ പറ്റിയ ഒരു ടീമാണ് നമുക്ക് കിട്ടിയത്. വേണ്ടാ പൈലറ്റ് അല്ല, മോട്ടോ ഓടിക്കണോ പൈലറ്റ്? ഗായ്സ് അങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ബോട്ട് ഷിഫ്റ്റ് ചെയ്യണ്. നമ്മുടെ ടീമൊക്കെ ഈ ബോട്ടിൽ നിന്ന് ആ ബോട്ടിലേക്ക് കിടക്കും. ബോട്ട് മറിയോ? എല്ലാരും കൂടി ഒരു സൈഡിലേക്ക് കഴിഞ്ഞാൽ ബോട്ട് മറിയൂട്ടാ. ഇവർക്കൊന്നും മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മുടെ ടീംസൊക്കെ ഇതാ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് അപ്പുറത്ത് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ അപ്പുറത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് യാത്ര അയക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് മുങ്ങാൻ പോണത്. ഓക്കെ ഗായ്സ്, നമ്മൾ എന്ത് ചെയ്ത് ഇറങ്ങാണ് സ്ക്യൂബ ഡൈവിംഗിലേക്ക്. ഗായ്സ് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടാ. ഇതാണ് നമ്മുടെ സ്വിമ്മർ. ഗായ്സ് അപ്പോൾ ഇതൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓക്സിജൻ വലിക്കുന്നത്. അതുപോലെ തന്നെ This is $3, okay? Bite on your side teeth. Okay. Okay? Teeth front side. Lips also whip out, O-shape. Okay. Don't lips movement, okay? Okay. Breathe in, breathe out from mouth only, okay? Mouth only. Okay. Don't remove on the order, okay? Okay. Bite. Okay, bite. Lift back. Very good. Take a long breath. Very good. Perfect. Breathe in, breathe out from mouth only, okay? No squeeze, no. Don't remove on the order, okay, bro? This is problem sign. This is okay sign. This is problem sign. On the order. Yeah. This is okay sign. This is problem. Don't lips movement, okay? Lips also. Very good. Perfect. Only smoking. Leave. इसको दे दो. ഫസ്റ്റ് നമ്മളെ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിർത്തും. നമുക്ക് ഓക്സിജൻ ഒക്കെ കിട്ടണില്ലേ എന്ന് കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. അതിന് ശേഷം നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും.
കുറെ കുളത്തിലും തോട്ടിലും കുളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ വെള്ളത്തിന്റെ അടിക്ക് ഇത്രയധികം നേരം പോണത് ആദ്യമായിട്ടാണ് ഗൈസ്. ഇതുപോലത്തെ ഒരു കളർ മീനുകളെ ഞാൻ എക്വറിയം ഷോപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ ഈ ഡിസ്കവറി ചാനൽ കണ്ടിരുന്നില്ല, അതുപോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. നമുക്ക് വെള്ളത്തിന്റെ അടിയത്തെ വീഡിയോസൊക്കെ എടുത്തുതരാൻ വേണ്ടിയിട്ട് വേറെ ആളുണ്ടായിരുന്നു. ആ മച്ചാൻ എന്ത് ചെയ്ത് എൻ്റെ ഇത് നമ്മുടെ ഗോപ്രോ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. വേറെ നമ്മുടെ ഗോപ്രോ മേടിച്ചിട്ട് ആളത് എന്ത് ചെയ്ത് അത് നമ്മുടെ ഗോപ്രോയില് കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നു. ഒരു രക്ഷയിലാന്ന് വെച്ചാൽ ഒരു രക്ഷ പൊള്ളി വൈബ്, ഒരു വെറൈറ്റി വൈബ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒരു മീനിന്റെ പോലെ പോവുക, നമ്മുടെ കൂടെ വേറെ കുറെ മീനുകളും. ഒരു എന്തായാലേ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഡിസ്കവറി ചാനൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കടലിൻ്റെ അടിയിലൊക്കെ. അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റും. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ളത് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നു വിചാരിച്ച് വാട്ടർ പ്രൂഫ് മൈക്കൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ വായിൽ ഇങ്ങനൊരു സാധനം കുത്തി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതങ്ങനെ വെറുതെ വേസ്റ്റായി. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത കാരണം പിന്നെ ഇപ്പോൾ ഡബ് ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഓരോ മീനുകൾ ഇങ്ങനെ പോകണമൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം പോലെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ കുളത്തിലും തോട്ടിലും കുളിച്ചിട്ട് ഒരു മീൻ പോലും അടുത്തേക്ക് വന്നിട്ടില്ല. നമുക്ക് അടിയത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ പിന്നെ ആ മറ്റേ മച്ചാൻ്റെ വീഡിയോ എടുത്ത് തന്നായിരുന്നത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഗോപ്രോ മേടിച്ചിട്ട് അടിയത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മേടിച്ചു. അടിയിലത്തെ ഭാഗങ്ങൾ ഞാൻ വിചാരിച്ചത്ര എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ബ്യൂട്ടിഫുൾ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ മഹാരാഷ്ട്രത്തെ ബീച്ചാണ്, അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഇനി ലക്ഷദ്വീപത്തെ സ്ക്യൂബൊക്കെ നല്ല രസമുള്ള സ്ക്യൂബാണ് ഞാൻ കണ്ടിട്ടുള്ളത്, സ്കൂബ ഡൈവിങ്. അപ്പം ഇനി അവിടെ പോകുമ്പോൾ നമുക്ക് ഇനി അവിടുത്തെ സ്കൂബ ഡൈവിങ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ട്. പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയ കാരണം നല്ല ഫുൾ വൈബ് ഓണായിരുന്നു. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗായ്സ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞു. ഇതിൻ്റെ അടിക്കൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നല്ലൊരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ മീനുകളെ കണ്ടു, കുറേ മീനുകൾ വന്നു. പിന്നെ എന്തൊക്കെ കണ്ടു, ഇങ്ങനെ കടലിലെ അടിയത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇവര് ഫുൾ ടൈം ട്രോളാൻ വേണ്ടി നടക്കുകയാണ്. കൂടെ ഫുൾ ഓണാണെങ്കിലും ഇനി എന്ത് ചെയ്ത് ട്രോളിക്കൊണ്ടേയിരിക്കും. സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ വന്നിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, കുറെ ഫോളോവേഴ്സിന് കിട്ടി. പിന്നെ ഇവരൊക്കെ എൻ്റെ ഫാൻസായി. എൻ്റെ ഇൻട്രോക്കാണ് മെയിനായിട്ട് ഇവർ ഫാൻസായത്. ഇപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതാ തിരിച്ചോണാന്തര ഇതാ നമ്മുടെ ഫുൾ സ്ക്വാഡ് ഇവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐലാൻഡിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്ത് തിരിച്ചു പോകണം ഇപ്പോൾ. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു.
അപ്പൊ ഇനി ഇതുപോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. നമ്മുടെ നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ കുറേ വാട്ടർ സ്പോർട്സ് ഗെയിംസിൻ്റെ ഒക്കെ ആയിട്ട് വാട്ടർ ഗെയിംസ് പിന്നെ വാട്ടർ സ്പോർട്സ് ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. മണവാളൻ